അങ്ങനെയൊന്നല്ല. നിങ്ങൾ അങ്ങനെ പറയല്ല എൻ്റെ മക്കളെ. പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 5 പൈസ ഞാൻ മേടിച്ചിട്ടില്ല. ഞാനൊരു ഹണി ട്രാപ്പുകാരിയല്ല. ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും. അയ്യോ, അതൊന്നും വേണ്ട. എന്തിനത്? ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്യരുത് സഹോദരി. സഹോദരിക്ക് ഇപ്പം എന്താ വേണ്ടത്? കൃഷ്ണചിത്രം ഇങ്ങനെ ലോകത്തൊന്നുമില്ലാത്ത ഈ വിലയ്ക്ക് ഹിന്ദുക്കൾ വാങ്ങിക്കണം. പിന്നെ സംഖ്യകളുടെ തോളിൽ കൈയിട്ട് അവരുടെ കാര്യാലയത്തിലും എല്ലാ പരിപാടികളിലും ഇങ്ങനെ വരവി നടക്കണം. അതിനല്ലേ ഈ പുതിയ അഭ്യാസം. എന്റെ എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരും. ദൈവദൂതനെ പോലെ ഒരാൾ വരും. ആരത്? പുതിയ ഏട്ടനാണോ? ഇഷ്ടംപോലെ ഏട്ടന്മാരുള്ളതുകൊണ്ട് ചോദിച്ചതാ. പുതിയ ഏട്ടനാണോ? ബസിലെ ഏട്ടനാണോ? എത്ര ഏട്ടന്മാരുണ്ട്? എൻ്റെ നിസ്സഹായാവസ്ഥ തെളിയിക്കാൻ പുതിയ ഏട്ടൻ വരും, പുതിയ ആള് വരും. ഇനിയും ആളോ പുതിയത്? ഈ ഭൂമിയിലുള്ള നടന്നു നിന്ന മനുഷ്യന്മാരുടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു മനുഷ്യർക്കും ഒരാൾക്കും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത്. താത്ത കരയുന്നുണ്ട്, മൂക്ക് ചീറ്റുന്നുണ്ട്, പക്ഷെ ഒരു തുള്ളി കണ്ണീര് നിങ്ങൾ കണ്ട? ഞാൻ കണ്ടില്ല. ഇത്ര നാള് സംഖ്യകളുടെ കോത്തി കൈയിട്ട് നടന്നിട്ട് ലാസ്റ്റ് സംഖ്യകൾ എന്നെ പിടിച്ച് നല്ലോണം ഊക്കിവിട്ടു. താത്ത മൂഞ്ചി 3G ആയി. അയ്യോ, മതം വിറ്റ് തിന്നാത്ത ഒരു പാവം താത്ത, പഞ്ചപാവം. ഞാനൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇനി എന്നെ ഉപദ്രവിക്കാൻ ബാക്കിയില്ല. ഇനി ആർക്കും ഈ ഒരു ഗതികേട് വരരുത്. 2 പൊന്നു മക്കളെ ഒറ്റക്കാക്കിയിട്ടാ ഞാൻ പോകുന്നത്. നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. ഈ അഭിനയത്തിന് താത്തയ്ക്ക് എന്തായാലും ഓസ്കാർ അവാർഡ് കിട്ടും. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ ഒറ്റയ്ക്കാക്കി പോവാൻ? ആരെ തോൽപ്പിക്കാനാണ്? ദൈവം അപ്പൊ ചോദിച്ചത് കണ്ടല്ല ആരോടാണെന്ന്. ആ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തി. എന്നോട് എല്ലാരും ചോദിച്ചു എന്തിനാ വേണ്ടാത്ത പണിക്ക് നിന്നേന്ന്. ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തതൊന്നുമല്ല. എന്റെ മുമ്പിൽ വേറൊരു വഴിയില്ലായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ വഴി പലതും പ്രചരിക്കുന്നത്. അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരും. അപ്പൊ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയണമെങ്കിൽ എന്റെ ജീവൻ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് തോന്നിയപ്പോ ചെയ്തു പോയൊരു കാര്യമാണ്. കാരണം നമ്മുടെ നിയമത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇവിടുത്തെ നിയമത്തിന്റെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഗച്ച് ഗള്ളി. താത്തയുടെ നമ്പറൊക്കെ മനസ്സിലായി. ഈ വിവാദത്തിനെതിരെ താത്തയ്ക്ക് പറയാൻ മറുപടി ഇല്ലാത്തത് കൊണ്ടും തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടും താത്ത വിചാരിച്ചു എന്നാ പിന്നെ മുട്ടനൊരു താങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴും മറ്റുള്ളവർക്കിട്ട് താങ്ങണം എന്നാണ് താത്തയുടെ ചിന്ത മുഴുവൻ. ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങളൊക്കെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അവസാനമായിട്ട് ഓർമ്മ പോകുന്ന സമയത്ത് എന്റെ പൊന്നുമക്കളെ കണ്ണീരാ ഞാൻ കണ്ടത്. ആണോ? ഞങ്ങൾ എങ്ങനെയാ താത്ത തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്? അതേ, തെളിവുകളും വോയിസും പുറത്തുവിട്ടവർക്കെതിരെ മുട്ടം പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് താത്ത ചെയ്തത്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് താത്ത രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വൈകിട്ട് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി എന്നാണ് കേട്ടോ. എന്തായാലും താത്തയ്ക്ക് ക്ഷീണം ഉണ്ടെന്ന് തോന്നിക്കാനായിട്ട് മേക്കപ്പ് ഒന്നും ഇടാതെ ഇന്ന് വന്നിരിക്കുന്ന. അപ്പൊ കുറച്ച് ക്ഷീണമാവാം. ലോണം ഒരു ഗ്ലാസ് കലക്കി അങ്ങ് തരട്ടെ മോനെ. അത്രത്തോളം ഇഷ്ടമില്ലാതെയാണ് ഞാനത് ചെയ്തത്. ഗതികേട് കൊണ്ടാണ്. പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. ഞാൻ 18 പേരുടെ പേരിലേക്ക് പീഡന കേസ് കൊടുത്തെന്നും ഞാൻ മസാജ് സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എന്റെ ഉമ്മയും അപ്പയൊക്കെ എന്നെ ഒഴിവാക്കിയതാണെന്ന് അങ്ങനെ പലതും പറയുന്നുണ്ട്. ഇതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു. ഓ, മസാജിന്റെ പണി അറിയാമോ? ദുബായിലൊക്കെ ഇതിന് വൻ ഹോപ്പാണെന്നാണ് കേട്ടത്. എന്തായാലും താത്തയുടെ ഏട്ടന്മാരുടെ എണ്ണം കുറയ്ക്കുക. അതാണ് എനിക്ക് താത്തയ്ക്ക് തരാനുള്ള ഒരേ ഒരു ഉപദേശം.